അസ്സലാമലൈക്കും, ഈദ് മുബാറക്. ഇന്ന് പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് നമ്മുടെ സ്പൈഡർ ചിക്കൻ. പൊടി വാട്ടോ കുഴക്കോ ഒന്നും ചെയ്യേണ്ട, പിന്നെ ഉള്ളി വഴറ്റണ്ട, ഒന്നും ചെയ്യേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിക്കൻ ആദ്യം ഞാനിന്ന് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. അതിൻ്റെ എല്ലില്ലാത്ത ഇറച്ചി മാത്രം എടുക്കുക, എന്നിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. പിന്നെ ഇത്രയും ചേരുവകൾ ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കുക. അതിൽ നമ്മൾ കുറച്ച് അരിപ്പൊടി, പച്ചരിപ്പൊടിയില്ലേ, പച്ചരിപ്പൊടി ചേർത്തിട്ടാണ് ഇതിന് കുഴച്ചെടുക്കുന്നത്. പിന്നെ നമ്മുടെ സമൂസ പാറ്റി ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക, നൈസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഈ ചേരുവകളെല്ലാം നല്ലതുപോലെ ഒന്ന് ഉപ്പും ഇത്തിരി കുരുമുളക് പൊടിയെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി നമുക്ക് പാകത്തിന് വേണ്ട അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിൽ മഞ്ഞളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഇതിൻ്റെ മസാലക്കൂട്ട് ഈ ഒരു കളർ തന്നെ വേണം. ഇത്തിരി ഗരം മസാലപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തത് നമ്മൾ ഉള്ളിത്തണ്ടില്ലേ, അത്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയില, അതിലൊരു ഇത്തിരി, പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ ചെറിയ ഉള്ളി, അത് 2-3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, അതും ചേർത്ത് കൊടുക്കുക. ഇതുപോലെ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ വട ഷേപ്പിലുണ്ടല്ലോ അങ്ങനെ ചെയ്തിട്ടും ചെയ്യാം. പിന്നെ വേണ്ടത് 1 മുട്ട. മുട്ടയിൽ 1 നുള്ളു ഉപ്പിട്ടിട്ട് ഒന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്കൊന്ന് ഇത് മുക്കിയെടുക്കുക. അതിന് ശേഷം നമ്മുടെ പാറ്റി ഉണ്ടല്ലോ അതിലൊന്ന് പൊതിഞ്ഞിട്ടെടുക്കുക. എന്നിട്ട് എണ്ണ ചൂടായാൽ ഒന്ന് തീ കുറച്ച് വെക്കുക. അതിന് ശേഷം ഇത് മെല്ലെ ഒന്ന് പൊരിച്ചിട്ടെടുക്കുക. ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്. പിന്നെ ഇത് എണ്ണ കുടിക്കുക ഒന്നുമില്ല, നല്ല അടിപൊളി സ്നാക്സാണ്. ഇത് മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ഉരുട്ടി പൊരിച്ചിട്ടെടുക്കുക. പിന്നെ പാറ്റി കുറച്ചധികം വേണ്ടി വരും. ഞാനൊരു 9 ഷീറ്റോളം എടുത്തിട്ടുണ്ട്. ഇത് പൊരിച്ച് നമ്മൾ ആ സ്പോട്ടിൽ തന്നെ ഇത് കഴിക്കണം. കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ചത്ത പോലെ ഉണ്ടാവും. അധികം എരിവില്ല, കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവും. എൻ്റെ മോനെല്ലാം നല്ലോണം ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു സമൂസനേക്കാളും ഇഷ്ടപ്പെടുക കുട്ടികളെ ഇതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ തന്നെ എല്ലാവരും ചെയ്തു വെക്കുക. ഒറ്റൊരു മുട്ട മാത്രം മതി. 12-15ഓളം പീസ് ഞാൻ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോനെ സപ്പോർട്ട് ചെയ്യുക. ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം പറയാം. എണ്ണയൊന്നും ഒട്ടും കുടിച്ചിട്ടില്ല, അത് എണ്ണ ഒഴിച്ചതുപോലെ തന്നെയുണ്ട്. പിന്നെ സോസോ അല്ലെങ്കിൽ മയോണൈസോ കൂട്ടിയിട്ട് കഴിക്കാം. അതിൻ്റെയൊന്നും ആവശ്യമില്ല. ചൂടോടെ കഴിക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ, താങ്ക് യു.